Urban structures. Urban structures are the configuration of the transport network which ties together the components of urban structure. Okay. Urban structure എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിനെ കറക്റ്റായിട്ട് ടൈ ചെയ്യുന്നതാണ് ആ റോഡുകളും അതുപോലെ തന്നെ അർബൻ സ്ട്രക്ചറിലെ കമ്പണന്റ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ്, കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, റീജിയണൽ സെന്റർ, ഡിസ്ട്രിക്ട് സെന്റർ എന്നൊക്കെ പറയുന്ന സെന്ററുകളെയും റോഡുകളെയും പ്രോപ്പറായിട്ട് ടൈ ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് അർബൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അർബൻ സ്ട്രക്ചേഴ്സിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അർബൻ സ്ട്രക്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്. അതിൽ ഒന്നാമത്തത് സെൻട്രിപിറ്റൽ ടൈപ്പ് അർബൻ സ്ട്രക്ചർ, രണ്ടാമത്തത് ഗ്രിഡ് ടൈപ്പ് അർബൻ സ്ട്രക്ചർ, തേർഡ് വൺ ലീനിയർ ടൈപ്പ് അർബൻ സ്ട്രക്ചർ, ആൻഡ് ദ ലാസ്റ്റ് ഡയറക്ഷണൽ ഗ്രിഡ് അർബൻ സ്ട്രക്ചർ. അപ്പൊ ഇത് ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് സെൻട്രിപിറ്റൽ സ്ട്രക്ചർ നോക്കാം. സെൻട്രിപിറ്റൽ ടൈപ്പ് അർബൻ സ്ട്രക്ചർ. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? ഓക്കെ, ഹൗസ് ഹോൾഡ് ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്. ഓക്കെ, നമ്മുടെ ഹൈറാർക്കി അതേപോലെ തന്നെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ് എല്ലാം എങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുന്നു? കമ്മ്യൂണിറ്റി സെന്റേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. എ നമ്പർ ഓഫ് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഫോക്കസ് ഓൺ ഡിസ്ട്രിക്ട് സെന്റേഴ്സ്. ഓക്കെ, പല കമ്മ്യൂണിറ്റി സെന്റേഴ്സ് എല്ലാം ഒന്നിച്ച് അത് ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഡിസ്ട്രിക്ട് സെന്റേഴ്സ് ഫോക്കസ് ഓൺ റീജിയണൽ സെന്റർ. ഡിസ്ട്രിക്ട് സെന്ററുകളെല്ലാം റീജിയണൽ സെന്റേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. നോൺ ഹൗസ് ഹോൾഡ് സർവീസിംഗ് അല്ലെങ്കിൽ സെർവിംഗ് എംപ്ലോയ്മെന്റ് ആർ ലൊക്കേറ്റഡ് പെരിഫറലി. ഈ നോൺ ഹൗസ് ഹോൾഡ് വീട്ടിൽ നിന്നല്ലാതെയുള്ള എംപ്ലോയ്മെന്റ് എല്ലാം, ഓക്കെ, നോൺ ഹൗസ് ഹോൾഡ് സെർവിംഗ് എംപ്ലോയ്മെന്റ് എല്ലാം പുറമേ കൂടെയാണ്. ഓക്കെ, ഇതിന്റെ അകത്ത് ഡയറക്റ്റ് ഇൻവോൾവ് ആവാതെ പുറമേ കൂടിയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഓരോന്ന് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. This successive focusing of the trips is satisfactory if most of the travel takes place on public transport. അപ്പൊ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഹൗസ് ഹോൾഡ് കമ്മ്യൂണിറ്റി സെന്റേഴ്സിലേക്ക്, കമ്മ്യൂണിറ്റി സെന്റേഴ്സ് കുറെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഒന്നിച്ച് അത് ഡിസ്ട്രിക്ട് സെന്ററിലേക്ക്, കുറെ ഡിസ്ട്രിക്ട് സെന്റേഴ്സ് ഒന്നിച്ച് റീജിയണൽ സെന്ററിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റില് മൂവ്മെന്റ് ഏറ്റവും സ്മൂത്ത് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ത്രൂ ആവുമ്പോഴാണ് പറ്റുള്ളൂ. ഓക്കെ, പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് യാത്ര ചെയ്യുമ്പോഴാണ് ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റ് പ്രോപ്പർ ആവുള്ളൂ. ഓക്കെ, ഇഫ് മോസ്റ്റ് ഓഫ് ദ ട്രാവൽ ഈസ് ബൈ പ്രൈവറ്റ് കാർ ദെൻ ദിസ് കോൺസെൻട്രേഷൻ ഓഫ് ട്രാഫിക് ലീഡ്സ് ടു കൺജഷൻ. അപ്പം എല്ലാവരും ഈ ഹൈറാർക്കി പ്രകാരം, ഓക്കെ, ഇപ്പൊ റീജിയണൽ സെന്റേഴ്സിലേക്കും ഡിസ്ട്രിക്ട് സെന്റേഴ്സിലേക്കൊക്കെയുള്ള യാത്രയ്ക്ക് സ്വന്തമായിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ കൺജഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒരു സിറ്റിയുടെ മുക്കിലും മൂലയിലും നമ്മൾ അവൈലബിൾ ആക്കുവാണെങ്കിൽ, ഒക്കെ ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണെങ്കിൽ അത് സക്സസ്ഫുൾ ആയിരിക്കും. എന്നാൽ പ്രൈവറ്റ് കാർസ് വെച്ച് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ കൺജഷനിലേക്ക് പോകാനുള്ള സാധ്യത ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറിലുണ്ട്. അത് മാത്രമല്ല, ചേഞ്ചസ് ഇൻ ആക്ടിവിറ്റി പാറ്റേൺ കനോട്ട് ബി ഈസിലി അക്കോമഡേറ്റഡ് ബൈ സെൻട്രിപിറ്റൽ ടൈപ്പ് സ്ട്രക്ചർ. അപ്പൊ ആക്ടിവിറ്റി പാറ്റേണിലുള്ള ചേഞ്ച്, ഓക്കെ, ഇപ്പൊ ഹൗസ് ഹോൾഡ് എന്ന് കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് വരുന്നു, കമ്മ്യൂണിറ്റി സെന്ററിന് ഡിസ്ട്രിക്ട് സെന്റർ, അവിടുന്ന് റീജിയണൽ സെന്ററിലേക്ക് വരുന്ന ആക്ടിവിറ്റി പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ, ഓക്കെ, ഇൻ കേസ് ഡിസ്ട്രിക്ട് സെന്ററിൽ നിന്ന് കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് തിരിച്ച് ഉള്ള ആ ഒരു പാറ്റേണിലുള്ള ആ ഒരു കാര്യം വന്നാൽ, ജസ്റ്റ് നോർമലി ഇപ്പം പറഞ്ഞിരിക്കുന്ന പാറ്റേണിൽ നിന്ന് വിപരീതമായിട്ട് വന്നു കഴിഞ്ഞാൽ അതും പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഓർഡറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ അതും ആ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. ഓക്കെ, അവിടെ കൺജഷൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് സെൻട്രിപിറ്റൽ സ്ട്രക്ചർ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. ഇവിടെ ഷെയ്ഡ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒരു സർക്കിൾ കാണിച്ചിരിക്കുന്നതാണ് ഹൗസ് ഹോൾഡ്. ഓക്കെ, അപ്പൊ കുറെ വീടുകൾ ചേർന്ന് കമ്മ്യൂണിറ്റി സെന്റേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് കാണാം. ഈ വീടുകളിലൊക്കെ ആളുകളൊക്കെ കമ്മ്യൂണിറ്റി സെന്റേഴ്സിലേക്ക് അവർ പല ആക്ടിവിറ്റീസ് ചെയ്യാൻ, ഷോപ്പിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നു. ഓക്കെ, ഇനി ഇവിടെ ഇതിപ്പോ ഒരു കമ്മ്യൂണിറ്റി സെന്റർ ആണ്.
ഇവിടെ വേറൊരു കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ട്. അപ്പം പല കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഒരു പക്ഷേ ഇതിന് ചുറ്റും ഉണ്ടായിരിക്കും. അതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ഡിസ്ട്രിക്ട് സെന്ററിലായിരിക്കും. ഡിസ്ട്രിക്ട് സെന്ററിന്റെ ആ ഒരു റെപ്രസെന്റേഷൻ കാണാലോ, ആ ലൈന് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ് വരുന്നത്. അതേപോലെ പല ഡിസ്ട്രിക്ട് സെന്റേഴ്സ്, പല ഡിസ്ട്രിക്ട് സെന്റേഴ്സ് ഇതിന് ചുറ്റും ഉണ്ടാവും, റീജിയണൽ സെന്ററിന് ചുറ്റും ഉണ്ടാവും. അതെല്ലാം റീജിയണൽ സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആയതുകൊണ്ടാണ് സെൻട്രിപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കമ്മ്യൂണിറ്റി സെന്റേഴ്സിന് ചുറ്റും റൗണ്ട് ആയിട്ട് ഹൗസ് ഹോൾഡ് ഉണ്ട്, അതുപോലെ ഡിസ്ട്രിക്ട് സെന്റേഴ്സിന് ചുറ്റും കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഉണ്ട്, റീജിയണൽ സെന്ററിന് ചുറ്റും ഡിസ്ട്രിക്ട് സെന്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ പറഞ്ഞൊരു പോയിന്റ്, നോൺ ഹൗസ് ഹോൾഡ് സെർവിംഗ് എംപ്ലോയ്മെന്റ് പെരിഫറിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ ആ ഒരു ഓർഡറിലല്ല, അത് പുറമേ കൂടെ പല സ്ഥലങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു പാറ്റേണിന്റെ അകത്ത് വരുന്നില്ല. ഈ അറേഞ്ച്മെന്റ് പാറ്റേണിൽ അത് ഇൻക്ലൂഡഡ് അല്ല, അത് പുറമേ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഫിഗർ സെൻട്രിപിറ്റൽ സ്ട്രക്ചറിൽ ചോദിച്ചാൽ നമ്മൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു ഫിഗർ ഈ റോഡ് കാണിച്ചുകൊണ്ടുള്ളതാണ്. ഇതിപ്പോ നമ്മൾ കണ്ട ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് സർവീസ് സെന്റേഴ്സ്, ഹൗസ് ഹോൾഡ് മുതലുള്ള സെന്റേഴ്സിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് കണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മളെ ഹൈറാർക്കി പ്രകാരമുള്ള റോഡുകൾ ഉണ്ടല്ലോ, എക്സ്പ്രസ് വേ, ആർട്ടേറിയൽ, കളക്ടർ സ്ട്രീറ്റ്, ലോക്കൽ സ്ട്രീറ്റ്. അപ്പൊ അതിന്റെ ഒക്കെ എങ്ങനെയാണ് ആ റോഡുകളെല്ലാം ഇതിൽ ഈ കാര്യങ്ങളെയൊക്കെ കണക്ട് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഫിഗറിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇപ്പം ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, കാണാം. ഇത് ലോക്കൽ സ്ട്രീറ്റുകളാണ്. ഈ 4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ലോക്കൽ സ്ട്രീറ്റുകളാണ്. ഒരുപാട് ലോക്കൽ സ്ട്രീറ്റുകൾ ഉണ്ട്. അപ്പൊ ലോക്കൽ സ്ട്രീറ്റിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഹൗസ് ഹോൾഡ് ഉള്ളത്. ഹൗസ് ഹോൾഡ് ലോക്കൽ സ്ട്രീറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ലോക്കൽ സ്ട്രീറ്റ് ഇതാണ്. ഇനി ഇവിടെ 3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. 3 എന്ന് പറയുന്നത് കളക്ടർ സ്ട്രീറ്റ് ആണ്. അപ്പം ഇവിടുന്ന് ലോക്കൽ സ്ട്രീറ്റിൽ നിന്ന്, അതായത് ഹൗസ് ഹോൾഡിൽ നിന്ന് ലോക്കൽ സ്ട്രീറ്റിലേക്ക് കയറി, ലോക്കൽ സ്ട്രീറ്റിൽ നിന്ന് കളക്ടർ സ്ട്രീറ്റിലേക്ക് വന്നു. കളക്ടർ സ്ട്രീറ്റിൻ്റെതും അതുപോലെ ആർട്ടേറിയലിന്റെയും ജംഗ്ഷനിലാണ് എന്ത് വന്നിരിക്കുന്നത്? കമ്മ്യൂണിറ്റി സെന്റേഴ്സ് വന്നിരിക്കുന്നത്. അപ്പം ലോക്കൽ സ്ട്രീറ്റിൽ നിന്ന് ഇപ്പൊ ഒരാൾക്ക് കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോക്കൽ സ്ട്രീറ്റിലൂടെ യാത്ര ചെയ്ത് കളക്ടർ സ്ട്രീറ്റിലൂടെ വന്ന് കളക്ടർ സ്ട്രീറ്റിന്റെയും അതുപോലെ തന്നെ ആർട്ടേറിയലിന്റെ ജംഗ്ഷനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം കളക്ടർ സ്ട്രീറ്റിൽ നിന്ന് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് ആക്സസ് ചെയ്യാം. ഇനി കമ്മ്യൂണിറ്റി സെന്റർ ഇവിടെയാണെങ്കിൽ കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്ന് എന്ത് ചെയ്യാം? ഇപ്പം മെയിൻ ആയിട്ടുള്ള അടുത്ത സെന്റർ ഡിസ്ട്രിക്ട് സെന്റർ ആണ്. ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് എത്താനായിട്ട് ഇവിടുന്ന് ഹൗസ് ഹോൾഡിൽ നിന്ന് ഇറങ്ങിയാൽ ലോക്കൽ സ്ട്രീറ്റിലൂടെ യാത്ര ചെയ്ത് കളക്ടർ സ്ട്രീറ്റിലൂടെ വന്ന് കമ്മ്യൂണിറ്റി സെന്ററിനെ പാസ് ചെയ്ത് ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് എത്താം. ഡിസ്ട്രിക്ട് സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആർട്ടേറിയലിന്റെയും എക്സ്പ്രസ് വേന്റെയും ജംഗ്ഷനിലാണ്. ഇത് എക്സ്പ്രസ് വേ തന്നെയാണ്. ഈ കാണുന്ന എക്സ്പ്രസ് വേ ആണ്. അപ്പൊ എക്സ്പ്രസ് വേന്റെയും അതുപോലെ ആർട്ടേറിയലിന്റെയും ജംഗ്ഷനിലാണ് ഡിസ്ട്രിക്ട് സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആർട്ടേറിയലിൽ നിന്ന് ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് ആക്സസ് ഉണ്ട്. 1 എന്നും അതായത് എക്സ്പ്രസ് വേ എന്നും നമുക്ക് ആക്സസ് ഉണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള റീജിയണൽ സെന്റർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് 2 എക്സ്പ്രസ് വേന്റെ ജംഗ്ഷനിലാണ്. 2 എക്സ്പ്രസ് വേന്റെ ജംഗ്ഷനിലാണ്. അപ്പൊ ഈ എക്സ്പ്രസ് വേയിലൂടെ പോകുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാം, ഒരു ഏരിയയിലേക്ക് വരാം. ഈ എക്സ്പ്രസ് വേയിലേക്ക് കൂടെ പോകുന്ന ആളുകൾക്ക് ഇതിലേക്ക് ആക്സസ് ചെയ്യാം. അപ്പം ഇപ്പൊ ഒരു ഹൗസ് ഹോൾഡിൽ നിന്ന് ഇറങ്ങുന്ന ആളാണെങ്കിൽ അയാള് ലോക്കൽ സ്ട്രീറ്റിലൂടെ വന്ന് കളക്ടർ സ്ട്രീറ്റിലൂടെ കയറി കമ്മ്യൂണിറ്റി സെന്ററിലൂടെ ഡിസ്ട്രിക്ട് സെന്ററിൽ എത്തി. ഡിസ്ട്രിക്ട് സെന്ററിൽ എത്തിയത് ആർട്ടേറിയലിലൂടെയാണ്. ആർട്ടേറിയലിൽ നിന്ന് എക്സ്പ്രസ് വേയിലേക്ക് കയറി എക്സ്പ്രസ് വേയിൽ നിന്ന് റീജിയണൽ സെന്ററിലേക്ക് കയറി. അപ്പൊ ആ രീതിയിലാണ് ആ മൂവ്മെന്റ് വരുന്നത്. അപ്പം ഈ കമ്പോണൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സെൻട്രിപിറ്റൽ രീതിയിലാണ്. അതിൽ റോഡുകൾ വരുന്നതാണ് ഈ ഒരു പാറ്റേണിൽ. അപ്പം ലോക്കൽ സ്ട്രീറ്റിൽ ഹൗസ് ഹോൾഡ് വരുന്നു, അതുപോലെ ആർട്ടേറിയലിന്റെയും കളക്ടർ സ്ട്രീറ്റിന്റെയും ജംഗ്ഷനിൽ കമ്മ്യൂണിറ്റി സെന്റർ വരുന്നു. എക്സ്പ്രസ് വേയുടെയും ആർട്ടേറിയലിന്റെയും ജംഗ്ഷനിൽ
ഡിസ്ട്രിക്ട് സെന്റർ വരുന്നു. രണ്ട് എക്സ്പ്രസ് വേന്റെ ജംഗ്ഷനിലാണ് റീജിയണൽ സെന്റർ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫിഗറുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതുകയും വേണം. ഓക്കെ, അപ്പൊ ഫിഗർ ബി ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന റോഡിന്റെ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഫിഗർ ബി ഇല്ലുസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ഓഫ് സർവീസ് സെന്റർ ഹയറാർക്കി ടു ട്രാൻസ്പോർട്ട് ലിങ്ക് ഹയറാർക്കി. ഓക്കെ, ട്രാൻസ്പോർട്ട് 4 ടൈപ്പ് റോഡുകൾ പറഞ്ഞിരുന്നല്ലോ, അല്ലെങ്കിൽ 5 ടൈപ്പ് റോഡുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ റോഡുകളുടെ ഹയറാർക്കിയും സർവീസ് സെന്ററിന്റെ ഹയറാർക്കി പ്രകാരമുള്ള ആ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഈ ഒരു അറേഞ്ച്മെന്റിൽ. ഓക്കെ, സെൻട്രിപിറ്റൽ അറേഞ്ച്മെന്റിൽ. കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ് ക്ലാസ് 3 ആൻഡ് ക്ലാസ് 2 റൂട്ട്സ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസ് 3യുടെയും ക്ലാസ് 2ന്റെയും റൂട്ടിലാണ്. ക്ലാസ് 3 എന്ന് പറയുന്നത് കളക്ടർ സ്ട്രീറ്റ് ആണ്. ക്ലാസ് 2 എന്ന് പറയുന്നത് ആർട്ടേറിയൽ സ്ട്രീറ്റ് ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ജംഗ്ഷനിലാണ് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഉള്ളത്. ഹൗസ് ഹോൾഡ് വരുന്നത്, ഹൗസ് ഹോൾഡിന് ഡയറക്റ്റ് ആക്സസ് ഉള്ളത് ലോക്കൽ സ്ട്രീറ്റിലാണ്. ഓക്കെ, ലോക്കൽ സ്ട്രീറ്റിൽ നിന്ന് കമ്മ്യൂണിറ്റി സെന്ററിൽ എത്തുന്ന കമ്മ്യൂണിറ്റി സെന്റർ എവിടെയാണുള്ളത്? ക്ലാസ് 3 റോഡിന്റെ ക്ലാസ് 2 റോഡിന്റെ ജംഗ്ഷനിലാണ്, ഇന്റർസെക്ഷനിലാണ്. അതായത് ക്ലാസ് 3 എന്ന് പറയുന്നത് കളക്ടർ സ്ട്രീറ്റ് ആണ്, ക്ലാസ് 2 എന്ന് പറയുന്നത് ആർട്ടേറിയൽ സ്ട്രീറ്റ് ആണ്. ഓക്കെ, ഡിസ്ട്രിക്ട് സെന്റേഴ്സ് അറ്റ് ഇന്റർസെക്ഷൻ ഓഫ് ക്ലാസ് 2 ആൻഡ് ക്ലാസ് 1 റൂട്ട്. അപ്പൊ ഡിസ്ട്രിക്ട് സെന്റർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്റർസെക്ഷൻ ഓഫ് ക്ലാസ് 2 ആൻഡ് ക്ലാസ് 1. ക്ലാസ് 2 എന്ന് പറയുന്നത് ആർട്ടേറിയൽ സ്ട്രീറ്റ് ആണ്, ക്ലാസ് 1 എന്ന് പറയുന്ന എക്സ്പ്രസ് വേ ആണ്. ഓക്കെ, ആൻഡ് ദ റീജിയണൽ സെന്റേഴ്സ് അറ്റ് ഇന്റർസെക്ഷൻ ഓഫ് 2 ക്ലാസ് 1 റൂട്ട്. അപ്പൊ 2 എക്സ്പ്രസ് വേയിൽ അല്ലെങ്കിൽ ക്ലാസ് 1 റൂട്ടിലാണ് റീജിയണൽ സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓൾസോ ഷോൺ ഓൺ ദ ലോവർ പാർട്ട് ഓഫ് ദ ഡയഗ്രാം ഇസ് എ ട്രിപ്പ് പാത്ത് ഫ്രം ഹൗസ് ഹോൾഡ് ടു സർവീസ് സെന്റേഴ്സ് ഓഫ് വേരിയസ് ലെവൽസ്. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റൂട്ട്, ഓക്കെ, ഈ ഡോട്ടർ ലൈനിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സർവീസ് സെന്ററുകളിൽ നിന്ന്, അതായത് ഏറ്റവും ഹൗസ് ഹോൾഡിൽ നിന്ന് പല സർവീസ് സെന്ററിലേക്കുള്ള റൂട്ടുകളാണ് ആ ഡോട്ടർ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് അർബൻ സ്ട്രക്ചർ ടെൻഡ്സ് ടു റൂട്ട് ട്രിപ്സ് ടു ഹയർ ഓർഡർ സെന്റേഴ്സ് ത്രൂ ഓർ നിയർ ബൈ ദ ലോവർ ഓർഡർ സെന്റർ. അപ്പൊ ഇതില് റൂട്ട് ട്രിപ്പുകളാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ലോവർ ഓർഡർ സെന്ററിൽ നിന്ന് ഹയർ ഓർഡർ സെന്റേഴ്സിലേക്കുള്ള റൂട്ട് ട്രിപ്പാണ് ഇത്. നമുക്ക് ഡയറക്റ്റ് ഇതിൽ എൻട്രി ചെയ്തിട്ട് പോവാം, കമ്മ്യൂണിറ്റി സെന്ററിലൂടെ പോവാം, ഇല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മുകളിലുള്ള സെന്റേഴ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് അർബൻ സ്ട്രക്ചർ ടെൻഡ്സ് ടു റൂട്ട് ട്രിപ്സ് ടു ഹയർ ഓർഡർ സെന്റേഴ്സ് ത്രൂ, അതിലൂടെയും പോവാം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത് കൂടെ അതിന്റെ ഫ്രണ്ടിലൂടെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ കമ്മ്യൂണിറ്റി സെന്റേഴ്സും പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ എൻ്റർ ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് റീജിയണൽ സെന്ററിലേക്ക് പോവാം. പക്ഷെ ആ പാത്ത് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ടിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് സെൻട്രിപിറ്റലിന്റെ അറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും നമ്മൾ നോക്കിക്കൊള്ളണം, ഈ രണ്ട് ഫിഗേഴ്സും. ഓക്കെ, അർബൻ സ്ട്രക്ചറിന്റെ കമ്പോണൻസിന്റെ അറേഞ്ച്മെന്റ് നോക്കിക്കൊള്ളണം. അതുപോലെ തന്നെ ഈ കമ്പോണൻസും റോഡും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഗ്രിഡ് ടൈപ്പ് അർബൻ സ്ട്രക്ചർ. ഓക്കെ, ഗ്രിഡ് ടൈപ്പ്. ആ ഗ്രിഡ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഗ്രിഡ് ടൈപ്പ് അറേഞ്ച്മെന്റില് നമുക്ക് ഈ ബോർഡർ ആയിട്ട് കാണുന്നുണ്ടല്ലോ, അതായത് ഇപ്പം എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമുക്ക് ഇതുപോലെ ലൈന് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഈ വരച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് റോഡുകളായിരിക്കും. ഓക്കെ, ഇതിന്റെ അകത്തായിരിക്കും എന്ത് വരുന്നത്, നമ്മളെ സെന്റേഴ്സ് വരുന്നത്. ഓക്കെ, സെന്റേഴ്സ് വരുന്നത് ഈ റോഡിന്റെ അകത്തായിരിക്കും. അതായത് ഈ കാണുന്ന എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉള്ള ആ ഗ്രിഡ് ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഗ്രിഡ് എന്ന് പറയുന്നത് റോഡുകളാണ്. അതിന്റെ അകത്തായിരിക്കും എന്ത് വരുന്നത്, സെന്റേഴ്സ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഹൗസ് ഹോൾഡ് ആണെങ്കിലും കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ആണെങ്കിലും ഡിസ്ട്രിക്ട് സെന്റർ ആണെങ്കിലും ഒക്കെ ഈ ഗ്രിഡിന്റെ അകത്തായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദ സെൽസ് ഓഫ് ദ ഗ്രിഡ് ആർ ഫോംഡ് ബൈ ദ ലിങ്ക്സ് ഓഫ് ദ പ്രൈമറി ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക്, ലിങ്ക്സ് ഓഫ് ദ പ്രൈമറി ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് റോഡുകളാണ്. ഓക്കെ, അപ്പൊ സെൽസ് ഓഫ് ദ ഗ്രിഡ്, അപ്പൊ ഈ ഗ്രിഡില് ഉള്ള ഈ ലൈൻസുകൾ എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, റോഡുകളാണ്. ഓക്കെ, കമ്മ്യൂണിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് സെന്റേഴ്സ് ആർ ലൊക്കേറ്റഡ് വിത്തിൻ ദ സെൽസ് ഓഫ് ദ ഗ്രിഡ് ആസ് ഷോൺ ഇൻ ഡയഗ്രാം നമുക്ക് നോക്കാം. അപ്പം കമ്മ്യൂണിറ്റി സെന്റേഴ്സും ഡിസ്ട്രിക്ട് സെന്റേഴ്സും ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രിഡിന്റെ അകത്താണ്. ഓക്കെ,
household focus on community centers and community center focus on district center. Okay, നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന അതേ ഒരു ഓർഡറിൽ തന്നെയാണ് ഫോക്കസ് വരുന്നത്. ഹൗസ് ഹോൾഡ് കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി സെന്റർ ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, ദ കൺസെപ്റ്റ് ഡിഫേഴ്സ് ഫ്രം സെൻട്രിപിറ്റൽ സ്ട്രക്ചർ ഈസ് ദാറ്റ് ഹൗസ് ഹോൾഡ് ഫോക്കസ് ഇൻഡിപെൻഡന്റ്ലി ഓൺ ദ റീജിയണൽ സെന്റർ. ഓക്കെ, അപ്പൊ ഇതിൽ എവിടെയാ ഒരു വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡിന്ന് റീജിയണൽ സെന്ററിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ സെന്റേഴ്സിലൂടെ അല്ലാതെ കമ്മ്യൂണിറ്റി സെന്റേഴ്സിലും ഡിസ്ട്രിക്ട് സെന്ററിലും കൂടെ അല്ലാതെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഹൗസ് ഹോൾഡിന്ന് റീജിയണൽ സെന്ററിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു വ്യത്യാസമാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതില് ഈ ഒരു രീതിയിലുള്ള അറേഞ്ച്മെന്റിൽ നമുക്ക് റീജിയണൽ സെന്ററിലേക്ക് എത്തണമെങ്കിൽ ത്രൂ കമ്മ്യൂണിറ്റി സെന്റർ അതുപോലെ ത്രൂ ഡിസ്ട്രിക്ട് സെന്റർ അങ്ങനെ പോകണമെന്നില്ല, ഡയറക്റ്റ് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറിൽ ഗ്രിഡ് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഗ്രിഡ് എന്ന് പറയുന്ന റോഡുകളാണ്. ആ ഗ്രിഡിന്റെ അകത്താണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, ഡിസ്ട്രിക്ട് സെന്റേഴ്സ് എന്ന് പറയുന്ന സർവീസ് സെന്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മുന്നേ പഠിച്ചതുപോലെ സെൻട്രിപിറ്റലിൽ ഉള്ളതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് കമ്മ്യൂണിറ്റി സെന്റേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി സെന്റർ ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. എന്നാൽ ഹൗസ് ഹോൾഡിന് ഡയറക്റ്റ് റീജിയണൽ സെന്ററിലേക്ക് ആക്സസ് ഉണ്ടെന്നുള്ള ഒരു വ്യത്യാസം ഈ ഒരു ടൈപ്പ് ഓഫ് അർബൻ സ്ട്രക്ചറിനുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഹൗസ് ഹോൾഡ് കാണാം. ഓക്കെ, ഹൗസ് ഹോൾഡ് എന്ത് ചെയ്തിരിക്കുന്നു, ഫോക്കസ് ചെയ്തിരിക്കുന്നു എങ്ങോട്ടേക്ക്, കമ്മ്യൂണിറ്റി സെന്റേഴ്സിലേക്ക്. ഓക്കെ, കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഇവിടെ കാണാം, കമ്മ്യൂണിറ്റി സെന്റർ, ഹൗസ് ഹോൾഡ്. ഓക്കെ, ഇനി കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, അതായത് ഈ ഗ്രിഡിന്റെ അകത്ത് പല കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഓരോ ഗ്രിഡിലും ഓരോ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഉണ്ട്. അത് എങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നു, ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഇതാണ് ഡിസ്ട്രിക്ട് സെന്റർ. ഓക്കെ, അപ്പൊ ഈ ഓർഡർ നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന അതേ സെൻട്രിപിറ്റലിന്റെ അതേ ഓർഡറിൽ തന്നെയാണ് വരുന്നത്. ഹൗസ് ഹോൾഡ്, കമ്മ്യൂണിറ്റി സെന്റർ, കമ്മ്യൂണിറ്റി സെന്റർ, അതുപോലെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് പലതും ഒന്നിച്ച് ചേരുന്നത് ഡിസ്ട്രിക്ട് സെന്ററിൽ. ഓക്കെ, എന്നാൽ ഇവിടെ നിങ്ങൾക്ക് റീജിയണൽ സെന്റർ കാണാം, റീജിയണൽ സെന്റർ കാണാം. ഇപ്പൊ ഇവിടെ നമ്മള് ഡിസ്ട്രിക്ട് സെന്റർ ഇവിടെ ഉണ്ട്, സോറി കമ്മ്യൂണിറ്റി സെന്റർ ഇവിടെ ഉണ്ട്. കമ്മ്യൂണിറ്റി സെന്ററിന് ചുറ്റും എന്തുണ്ട്, ഹൗസ് ഹോൾഡുകൾ ഉണ്ട്. ഈ ഹൗസ് ഹോൾഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഇതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലുള്ള ഒരു പ്രത്യേകത. ഓക്കെ, അതായത് ഓരോ സെന്റേഴ്സിലും കൂടെയും, അതായത് ഹൈറാർക്കി പ്രകാരമുള്ള ഓരോ സെന്റേഴ്സിലൂടെയും വരേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ ഗ്രിഡിന്റെ അകത്തും നോൺ ഹൗസ് ഹോൾഡ് സെർവിങ് എംപ്ലോയ്മെന്റും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിലായിരിക്കും ഈ ഗ്രിഡ് പാറ്റേണിൽ വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ റോഡിന്റെ അറേഞ്ച്മെന്റ് ആണ് ഓരോ സർവീസ് സെന്റേഴ്സുമായിട്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ക്ലാസ് 4 എന്ന് പറയുന്ന റോഡ്, അത് ലോക്കൽ സ്ട്രീറ്റ് ആണ്. ലോക്കൽ സ്ട്രീറ്റിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഹൗസ് ഹോൾഡ് വന്നിരിക്കുന്നത്. ഓക്കെ, ഹൗസ് ഹോൾഡിൽ നിന്ന് നമുക്ക് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഇവിടെ ഉണ്ട്. കമ്മ്യൂണിറ്റി സെന്റേഴ്സിലേക്ക് എത്താം. കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, ഈ 4th ക്ലാസ് റൂട്ടിൽ നിന്ന് 3rd ക്ലാസ് റൂട്ടിലേക്ക് വരുന്നു. 3rd ക്ലാസ് റൂട്ട് എന്ന് പറയുന്നത് കളക്ടർ സ്ട്രീറ്റ് ആണ്. കളക്ടർ സ്ട്രീറ്റിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കിയാൽ ഇവിടെ ഇതും 3 തന്നെയാണ്, ഇതും 3 തന്നെയാണ്. അത് 2 കളക്ടർ സ്ട്രീറ്റിന്റെ ജംഗ്ഷനിലാണ് എന്ത് വരുന്നത്. മുന്നേ അങ്ങനെയല്ല വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ, മുന്നേ നമ്മൾ പഠിച്ചിരിക്കുന്ന സെൻട്രിപിറ്റലിൽ അങ്ങനെയല്ല. ഇവിടെ 2 കളക്ടർ സ്ട്രീറ്റിന്റെ ജംഗ്ഷനിലാണ് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് ഹൗസ് ഹോൾഡ് ഇനി ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് പോകണമെങ്കിലോ ആള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ 4ാമത്തെ റൂട്ടിൽ, അതായത് ലോക്കൽ സ്ട്രീറ്റിലൂടെ വന്ന് കളക്ടർ സ്ട്രീറ്റിലേക്ക് കയറി കളക്ടർ സ്ട്രീറ്റിലൂടെ യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു ഡൈവേർഷൻ ആണ്. ഓക്കെ, ഇത് ക്ലാസ് 2 റോഡാണ്, ആർട്ടേറിയലാണിത്. ഓക്കെ, ആർട്ടേറിയലില് ലെഫ്റ്റിലേക്ക് ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഫിഗർ പ്രകാരം ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഡിസ്ട്രിക്ട് സെന്റർ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 2 ക്ലാസ് 2 റോഡിന്റെ ജംഗ്ഷനിലാണ്. ഓക്കെ, 2 ക്ലാസ് 3 റോഡിന്റെ ജംഗ്ഷനിൽ, അതായത് 2 കളക്ടർ സ്ട്രീറ്റിന്റെ ജംഗ്ഷനിലാണ് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ക്ലാസ് 2 ആർട്ടേറിയൽ റോഡ്സിന്റെ ജംഗ്ഷനിലാണ് ഡിസ്ട്രിക്ട് സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹൗസ് ഹോൾഡിന്ന് ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് എത്താൻ ഈ ഓർഡർ പോകണമെന്നില്ല. ഇവിടുന്ന് ഇറങ്ങി നേരെ ഈ റോഡിലേക്ക് വന്നു, ഇതിന്റെ ഫ്രണ്ടിലൂടെ, അതായത് കമ്മ്യൂണിറ്റി സെന്ററിന്റെ ഫ്രണ്ടിലൂടെ അതിൽ കയറാതെ തന്നെ പുറമേ കൂടെ തന്നെ വന്ന് ഈ ജംഗ്ഷനിലെത്തി ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് പോകേണ്ട കാര്യമില്ല. നേരെ എന്ത് ചെയ്യാം,
അവിടെയുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള റീജിയണൽ സെന്ററിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മുന്നേ പഠിച്ചിരിക്കുന്ന സെൻട്രിപിറ്റലുമായിട്ടുള്ള ഡിഫറൻസ്. നമുക്ക് അതൊന്ന് നോക്കാം എന്തൊക്കെയാ വരുന്ന പോയിന്റ്സ് എന്നുള്ളത്. ഓക്കെ, ഫിഗർ ബി ഇല്ലുസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ഓഫ് സർവീസ് സെന്റർ ഹയറാർക്കി ടു ദ ട്രാൻസ്പോർട്ടേഷൻ ലിങ്ക് ഹയറാർക്കി. മുന്നേ പറഞ്ഞതുപോലെ തന്നെ വിവിധ സർവീസ് സെന്റേഴ്സും അതുപോലെ തന്നെ വിവിധ ഹയറാർക്കിയിലുള്ള റോഡുകളും തമ്മിലുള്ള ലിങ്ക് ആണ് ഇപ്പൊ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ് 2 ക്ലാസ് 3 റൂട്ട്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റി സെന്റേഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പാറ്റേണിൽ 2 ക്ലാസ് 3 റൂട്ടിന്റെ ഇന്റർസെക്ഷനിലാണ്. ഡിസ്ട്രിക്ട് സെന്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 2 ക്ലാസ് 2 റൂട്ട്. ഓക്കെ, ക്ലാസ് 3 റൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ലോക്കൽ സ്ട്രീറ്റ് കഴിഞ്ഞാൽ കലക്ടർ സ്ട്രീറ്റ് ആണ് 2 ക്ലാസ് 3 റൂട്ട് എന്ന് പറയുന്നത്. ക്ലാസ് 2 റൂട്ട് എന്ന് പറയുന്ന ആർട്ടേറിയൽ സ്ട്രീറ്റ് ആണ്. ഓക്കെ, അതിന്റെ ജംഗ്ഷനിലാണ് ഡിസ്ട്രിക്ട് സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ റീജിയണൽ സെന്റർ at the location of 2 class 1 routes. അതായത് ക്ലാസ് 1 എന്ന് പറയുന്നത് എക്സ്പ്രസ് വേസ് ആണ്. 2 എക്സ്പ്രസ് വേന്റെ ജംഗ്ഷനിലാണ് റീജിയണൽ സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, the trip path shown on lower part of figure B illustrate that trips to the district and regional centers tend to be routed through or nearby community center. അപ്പം ഡിസ്ട്രിക്ട് സെന്ററിലേക്കാണെങ്കിലും റീജിയണൽ സെന്ററിലേക്കാണെങ്കിലും യാത്ര എങ്ങനെയായിരിക്കും? കമ്മ്യൂണിറ്റി സെന്ററിന്റെ ഫ്രണ്ടിലൂടെ ആയിരിക്കും. ഓക്കെ, നിയർ കമ്മ്യൂണിറ്റി സെന്ററിലൂടെയോ അല്ലെങ്കിൽ ത്രൂ കമ്മ്യൂണിറ്റി സെന്ററിലൂടെയോ ആവാം മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, ഹൗസ് ഹോൾഡിൽ നിന്ന് ഡിസ്ട്രിക്ട് സെന്ററിലേക്കാണെങ്കിലും റീജിയണൽ സെന്ററിലേക്കാണെങ്കിലും ത്രൂ കമ്മ്യൂണിറ്റി സെന്റർ അല്ലെങ്കിൽ നിയർ ബൈ കമ്മ്യൂണിറ്റി സെന്ററിലൂടെ, കമ്മ്യൂണിറ്റി സെന്ററിന്റെ അടുത്തു കൂടെ ആവാം യാത്ര വരുന്നത്. ഓക്കെ, the trip path shown on lower part of figure B illustrate that trip to the district and regional centers tend to be routed through or nearby community centers. However, trips to the district and regional centers bifurcate after they have passed through the community centers. അപ്പം ഈ 2 സ്ഥലത്തേക്കുള്ള റോഡ് എന്ത് ചെയ്യുന്നുണ്ട്? 2 ആയിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്. അതായത് കമ്മ്യൂണിറ്റി സെന്ററിലൂടെ പാസ് ചെയ്ത് വന്ന് അല്ലെങ്കിൽ നിയർ ബൈ ആ റോഡിലൂടെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ 2 ആയിട്ട് തിരിയുന്നു. അപ്പൊ ഡിസ്ട്രിക്ട് സെന്ററിലേക്കോ റീജിയണൽ സെന്ററിലേക്കോ തിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഡിസ്ട്രിക്ട് സെന്ററിലൂടെ തന്നെ പാസ് ചെയ്തിട്ട് റീജിയണൽ സെന്ററിൽ എത്തണം എന്നില്ല ഈ ഒരു പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റിൽ. ഓക്കെ, അപ്പൊ അതാണ് ഇതിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പം കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് ഈ ഒരു പാറ്റേൺ. നമ്മൾ മുന്നേ പഠിച്ച പാറ്റേൺ എന്ന് പറയുമ്പോൾ അത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അതിൽ വരണം എന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. ഇത് 2 റൂട്ടായിട്ട് തിരിയുന്നതുകൊണ്ട് തന്നെ ഇവിടെ കൺജഷൻ വരാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം ഡിസ്ട്രിക്ട് സെന്റേഴ്സിലേക്ക് പോകുന്ന ആൾക്കാർ ഈ റൂട്ട് പോയിക്കോളും. ഓക്കെ, റീജിയൻ സെന്റേഴ്സിലുള്ളത് ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നോളും. മുന്നേയുള്ള റൂട്ടിലാണെങ്കിൽ ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് വരുന്ന ആളുകളും റീജിയൻ സെന്ററിലേക്ക് വരുന്ന ആളുകളും ഒരേ റൂട്ടിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ കൺജഷൻസ് വരാം, ഓരോരുത്തരും ഇൻഡിവിജ്വലി വെഹിക്കിൾസ് എടുത്ത് ഇറങ്ങുന്ന സമയത്ത്. ഓക്കെ, എന്നാൽ ഇതിൽ അത്രമാത്രം ഒരു കൺജഷൻ വരാനുള്ള സാധ്യത കുറവാണ് കമ്പാരിറ്റീവ്ലി ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സെൻട്രിപിറ്റൽ ടൈപ്പ് പാറ്റേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. തേർഡ് വൺ ഈസ് ലീനിയർ ടൈപ്പ് അർബൻ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഈ പേരിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ് അല്ലെ? ലീനിയർ ടൈപ്പ്, ലീനിയർ ആയിട്ടായിരിക്കും, ഒരേ ലൈനിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെയാന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, സർവീസ് centers of all hierarchical levels are located along the same corridor. ഓക്കെ, അപ്പൊ സർവീസ് സെന്ററുകളെല്ലാം ഓക്കെ, അതായത് കമ്മ്യൂണിറ്റി സെന്റർ, ഡിസ്ട്രിക്ട് സെന്റർ, റീജിയണൽ സെന്റേഴ്സ് എല്ലാം ഒരേ റോഡിന്റെ സൈഡുകളിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ലീനിയർ ടൈപ്പിന്റെ പ്രത്യേകത. ഹൗസ് ഹോൾഡ്സ് ആർ ലൊക്കേറ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ കോറിഡോർ വിത്ത് നോൺ ഹൗസ് ഹോൾഡ് സർവിംഗ് എംപ്ലോയ്മെന്റ് ലൊക്കേറ്റഡ് പെരിഫറലി. ഓക്കെ, അപ്പൊ ഇത് മെയിൻ റോഡ് ആണെങ്കിൽ അതിന്റെ സൈഡുകളിലായിട്ട് പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, ഡിസ്ട്രിക്ട് സെന്റർ, റീജിയണൽ സെന്റർ ഒക്കെ വരുന്നു. ഓക്കെ, കമ്മ്യൂണിറ്റി സെന്റർ, ഡിസ്ട്രിക്ട് സെന്റർ, റീജിയണൽ സെന്റർ ആയിക്കോട്ടെ. ഓക്കെ, അത് വരുന്നു. ഇനി പറഞ്ഞിരിക്കുകയാണ് ഹൗസ് ഹോൾഡ് ആർ ലൊക്കേറ്റഡ് റൈറ്റ് ആംഗിൾസ് ടു ദ കോറിഡോർ വിത്ത് നോൺ ഹൗസ് ഹോൾഡ് സർവിംഗ് എംപ്ലോയ്മെന്റ് ലൊക്കേറ്റഡ് പെരിഫറലി. അപ്പം ഇതൊരു മെയിൻ ടൈപ്പ് ഓഫ് റോഡാണ്. വേണമെങ്കിൽ ക്ലാസ് 1 or 2 ആവാം. എന്നാൽ ഹൗസ് ഹോൾഡ് എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ താഴെ വരുന്ന ഇപ്പം ക്ലാസ് 3 റോഡ് ആവാം, കലക്ടർ സ്ട്രീറ്റോ അല്ലെങ്കിൽ ലോക്കൽ സ്ട്രീറ്റോ ആവാം. അതിന്റെ 2 സൈഡുകളിലും ഹൗസ് ഹോൾഡ്സ് വരാം. ഓക്കെ,
അപ്പൊ ഈ റോഡുമായിട്ട് റൈറ്റ് ആംഗിൾസിലായിരിക്കും എന്തുള്ളത്, ഹൗസ് ഹോൾഡ് ഉള്ളത്. ഓക്കെ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന കളക്ടർ സ്ട്രീറ്റോ അല്ലെങ്കിൽ ലോക്കൽ സ്ട്രീറ്റോ ആയിട്ട് റൈറ്റ് ആംഗിൾസിലായിരിക്കും ഹൗസ് ഹോൾഡ് ഉള്ളത്. നോൺ ഹൗസ് ഹോൾഡ് സെർവിങ് എംപ്ലോയ്മെന്റ് ലൊക്കേറ്റഡ് പെരിഫറലി. നോൺ ഹൗസ് ഹോൾഡ് സെർവിങ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്തായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റാ വരുന്നത്. അപ്പം ഇവിടുന്ന് ഹൗസ് ഹോൾഡിന്ന് ഇവിടെയുള്ള റോഡ്, ഇത് ക്ലാസ് 3ഓ അല്ലെങ്കിൽ ക്ലാസ് 4ഓ റോഡ് ആവാം, അതായത് ലോക്കൽ സ്ട്രീറ്റോ കളക്ടർ സ്ട്രീറ്റോ ആവാം. ഹൗസ് ഹോൾഡ് നേരെ അതിലേക്ക് എൻട്രി വരുന്നു, നേരെ മെയിൻ റോഡിലേക്ക് തന്നെയാണ് കയറുന്നത്. ഓക്കെ, അപ്പം ഇത് അധികം ദൂരം ഉണ്ടാവില്ല ഹൗസ് ഹോൾഡും ഈ മെയിൻ റോഡും ആയിട്ട്, ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം വളരെ മെയിൻ റോഡുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് ഇത്. മെയിൻ റോഡ് നമുക്ക് വേണമെങ്കിൽ ക്ലാസ് 1 or 2 ആക്കാം ഈ റോഡ്. ക്ലാസ് 1 എന്ന് പറയുന്ന എക്സ്പ്രസ് വേ ആവാം, അല്ലെങ്കിൽ ക്ലാസ് 2 എന്ന് പറയുന്ന ആർട്ടേറിയൽ സ്ട്രീറ്റ് ആവാം. ഹൗസ് ഹോൾഡ് ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ആൻഡ് ദ ലീനിയർ corridor allow these community centers to focus on district centers and on regional center. അപ്പോൾ ഹൗസ് ഹോൾഡ് എങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി സെന്റേഴ്സിലേക്ക്. അതായത് കമ്മ്യൂണിറ്റി സെന്റർ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഹൗസ് ഹോൾഡ് നേരെ കമ്മ്യൂണിറ്റി സെന്ററിലേക്ക്, വേണമെങ്കിൽ ഇതൊരു കമ്മ്യൂണിറ്റി സെന്റർ ആയിട്ട് എടുത്തു, നേരെ കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് വരുന്നു. ഇനി ഇതുപോലെ വേറെ ഒരു സെറ്റ് ഓഫ് ഹൗസ് ഹോൾഡ് ഇവിടെ ഉണ്ടാവും, ഇതൊരു കമ്മ്യൂണിറ്റി സെന്റർ ആയിക്കോട്ടെ, അത് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു. ഇതെല്ലാം മെയിൻ റോഡിലാണുള്ളത്. ഇനി ഈ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് വരുന്നു. അതുപോലെ പല ഡിസ്ട്രിക്ട് സെന്റർ ഉണ്ടായിരിക്കാം, അത് റീജിയണൽ സെന്ററിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഹൗസ് ഹോൾഡ് ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്. കമ്മ്യൂണിറ്റി സെന്റേഴ്സിൽ നിന്ന് ഡിസ്ട്രിക്ട് സെന്ററും റീജിയണൽ സെന്ററും ഒക്കെ ഒരേ ആ കൊറിഡോറിൽ അല്ലെങ്കിൽ ഒരേ റോഡിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. The intention of most applications of the linear concept has been that access between household and primary transport system would be on foot. അപ്പോൾ ഇതിലെ മെയിൻ ഈ ഒരു പാറ്റേണിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗസ് ഹോൾഡും അതുപോലെ മെയിൻ റോഡും പ്രൈമറി ട്രാൻസ്പോർട്ട് സിസ്റ്റം അതും തമ്മിൽ വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കുള്ളൂ. അത്രയും അടുത്തായിരിക്കും എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ ഒരു പാറ്റേണിലുള്ളത്. ടു പ്രൊവൈഡ് അഡക്വേറ്റ് ആക്സസ് ടു റെസിഡൻഷ്യൽ ഏരിയ, the household spacing must be relatively small and primary transport corridor must be long in large cities. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഹൗസ് ഹോൾഡ് എല്ലാം സ്പേസ് ചെയ്തിരിക്കുന്ന വളരെ അടുത്തടുത്തായിരിക്കും. ഓക്കെ, കൂടുതൽ ഹൗസ് ഹോൾഡ് നമുക്ക് അവിടെ ഉൾക്കൊള്ളിക്കാം. അതുപോലെ ഈ എല്ലാ സർവീസ് സെന്ററും ഈ ഒരു മെയിൻ റോഡിൽ തന്നെ ഉൾപ്പെടേണ്ടത് കൊണ്ട് തന്നെ ഈ മെയിൻ റോഡിന് ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, relatively small and primary transport corridor must be long in large cities. വലിയ സിറ്റീസ് ആണെങ്കിൽ ഈ മെയിൻ റോഡ് ഇവിടെയുള്ള ആർട്ടേറിയൽ ആയിക്കോട്ടെ, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. Unless different transport route classes provide within the linear corridor, the speed of movement along the corridor is poor. അപ്പോൾ ഇത് മെയിൻ ആയിട്ടുള്ള റോഡാണ്. ഇതിൽ തന്നെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ഇപ്പൊ ഈ ലീനിയർ ആയിട്ടുള്ള ഈ അറേഞ്ച്മെന്റ്സിന്റെ ഒപ്പം തന്നെ നമുക്ക് രണ്ട് സ്പീഡിൽ മൂവ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ആർട്ടേറിയൽ സ്ട്രീറ്റും എക്സ്പ്രസ് വേയും ഇതേ കൊറിഡോറിന് അലോങ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്പീഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ഈ ഒരു അറേഞ്ച്മെന്റിൽ പറ്റും. എന്നാൽ ഒരൊറ്റ പാറ്റേൺ റോഡ് മാത്രമേ ഉള്ളൂ, ഒന്നെങ്കിൽ ആർട്ടേറിയലോ അല്ലെങ്കിൽ എക്സ്പ്രസ് വേയോ മാത്രമാണെങ്കിൽ, ആർട്ടേറിയൽ സ്ട്രീറ്റ് ആയിക്കോട്ടെ, ആർട്ടേറിയൽ സ്ട്രീറ്റ് മാത്രമാണെങ്കിൽ ഈ അലോങ് ആയിട്ട് ഈ സെന്റേഴ്സിന് ആക്സസ് കൊടുക്കുന്ന രീതിയിൽ വരുന്നതെങ്കിൽ ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ മൂവ്മെന്റ് ആയിരിക്കും. കാരണം എല്ലാ സെന്റേഴ്സും ഈ സെയിം റൂട്ടിലായതുകൊണ്ട് ഈ സെന്റേഴ്സിലേക്കുള്ള വാഹനങ്ങളൊക്കെ ഈ മെയിൻ റൂട്ടിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ആകെ ഒരു ഗുണം മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡും മെയിൻ റോഡും തമ്മിൽ വളരെ അടുത്താണെന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഒരു പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഫിഗർ കാണാം. ഞാൻ നേരത്തെ വരച്ചിരുന്നല്ലോ, ഇത് ഹൗസ് ഹോൾഡ് ആണ്. ഹൗസ് ഹോൾഡിന് ഡയറക്റ്റ് ഇപ്പം ഇത് ക്ലാസ് 3 റോഡായിട്ട് കാണിച്ചിരിക്കുന്നു. കളക്ടർ സ്ട്രീറ്റ് ആണിത്. കളക്ടർ സ്ട്രീറ്റിലേക്ക് വീടുകൾ ആക്സസ് കളക്ടർ സ്ട്രീറ്റിൽ നിന്ന് ഡയറക്റ്റ്, അതായത് ഹൗസ് ഹോൾഡിൽ നിന്ന് കളക്ടർ സ്ട്രീറ്റിലേക്ക് കയറി കമ്മ്യൂണിറ്റി സെന്റേഴ്സിലേക്ക് എത്തുന്നു. കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഇപ്പൊ 2 കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിക്ട് സെന്റർ വരുന്നു. അത് കഴിഞ്ഞാൽ അതേ സെയിം റൂട്ടിൽ തന്നെ റീജിയണൽ സെന്റർ വരുന്നു. എല്ലാം ഒരേ റൂട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പം എല്ലാം ഒരേ റൂട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള
ഒരു പ്രത്യേകതയാണ് ഈ ഒരു പാറ്റേണിലുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴെ തന്നെ നമുക്ക് ഫിഗർ ബിയും കൂടെ ഇതിന്റെ ഒപ്പം തന്നെ കാണാം. ഫിഗർ ബി, അപ്പൊ ഇതില് ഹൗസ് ഹോൾഡിന്ന് കളക്ടർ സ്ട്രീറ്റിലൂടെ കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് എത്തി. കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്ന് ആ മെയിൻ റോഡ്, ഇത് 1 or 2 ആവാം, ഓക്കെ, എക്സ്പ്രസ് വേയോ ആർട്ടേറിയൽ സ്ട്രീറ്റോ ആവാം. ഓക്കെ, ആ റോഡിന്റെ കൊറിഡോറിൽ തന്നെ അല്ലെങ്കിൽ ആ റോഡിന് അലോങ് ആയിട്ട് തന്നെ ഡിസ്ട്രിക്ട് സെന്റർ ആൻഡ് റീജിയണൽ സെന്റർ വരുന്നു. ഓക്കെ, ഫിഗർ ബി illustrates the relationship of service center hierarchy to transport route hierarchy. This diagram shows that for this concept there is not as much specialization in the transport link. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കൂടുതൽ ഒരു അറേഞ്ച്മെന്റ്സ് ഒന്നും ആ റോഡും അതുപോലെ കമ്മ്യൂണിറ്റി സെന്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ സർവീസ് സെന്റേഴ്സുമായിട്ട് വരാനായിട്ടില്ല. കാരണം ഒരൊറ്റ ടൈപ്പ് ഓഫ് റോഡേ മെയിൻ റോഡായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അത് 1 അല്ലെങ്കിൽ 2 ആവാം, എക്സ്പ്രസ് വേ അല്ലെങ്കിൽ ആർട്ടേറിയൽ ആവാം. അതുപോലെ തന്നെ ഒരൊറ്റ ടൈപ്പ് ഓഫ് റോഡ് കളക്ടർ സ്ട്രീറ്റിലാണ് ഹൗസ് ഹോൾഡ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കളക്ടർ സ്ട്രീറ്റിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് വരുന്ന രീതിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കൂടുതൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് ഇതിലേക്ക് വരുന്നു. ഈ സെയിം മെയിൻ റോഡ് തന്നെ ബാക്കിയുള്ള എല്ലാ സെന്റേഴ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ലീനിയർ ടൈപ്പ് അറേഞ്ച്മെന്റ്സിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ഡയറക്ഷണൽ ഗ്രിഡ് ടൈപ്പ് അർബൻ സ്ട്രക്ചർ. ഓക്കെ, 4th one. ഓക്കെ, അപ്പൊ ഇതില് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഗ്രിഡ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അല്ലെ. ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ റോഡുകള്, ഓക്കെ, റോഡുകളാണ് ആ ഗ്രിഡുകളായിട്ട് വരുന്നത്. അതിന്റെ ഉള്ളില് സെന്റേഴ്സ് വരുന്നു എന്നുള്ള രീതിയാണ് ഗ്രിഡ് വരുന്നത്. എന്നാൽ ഇതിന്റെ കൂടെ ഒരു ഡയറക്ഷണൽ ഗ്രിഡ് ടൈപ്പ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഡയറക്ഷണൽ ഗ്രിഡ് ടൈപ്പ് അർബൻ സ്ട്രക്ചർ പറയുമ്പോൾ ഗ്രിഡ് ടൈപ്പ് ആയിട്ട് എങ്ങനെയാ വ്യത്യാസം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. The directional grid urban structure represents a synthesis of some of the features of grid and linear structure. അപ്പൊ ലീനിയർ സ്ട്രക്ചറിലുള്ള കുറച്ച് ഫീച്ചേഴ്സും ഗ്രിഡ് ടൈപ്പ് അറേഞ്ച്മെന്റിലുള്ള ഫീച്ചേഴ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഡയറക്ഷണൽ ഗ്രിഡ് ടൈപ്പ് അർബൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ with the 3 concepts discussed previously, 4 classes of transport routes were used. Class 1 and Class 2 emphasized movement efficiency and were access controlled. Class 3 and Class 4 emphasized land access. With the directional grid concept, the same 4 transport route classes are used, but the movement efficiency and land access contrast is maintained. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന ക്ലാസിഫിക്കേഷനിൽ ഓക്കെ സെൻട്രിപിറ്റൽ, ലീനിയർ, ഗ്രിഡ് പാറ്റേൺ, ഓക്കെ, ഇതിലെല്ലാം നമ്മൾ 4 ടൈപ്പ് ഓഫ് റൂട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. അതായത് ഇപ്പൊ ലീനിയറിൽ മാത്രം ചെറിയൊരു ചേഞ്ച് ഉണ്ട്, അതിൽ എല്ലാ ടൈപ്പുകളും ഉൾപ്പെടുന്നില്ല, വേറെ കൂടുതൽ അതിൽ കോംപ്ലിക്കേഷൻസ് ഇല്ല. എന്നാൽ നമ്മൾ ഈ പഠിച്ച 3 കൺസെപ്റ്റ്സിലും 4 ടൈപ്പ് ഓഫ് റോഡുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് അതിലുള്ള സർവീസ് സെന്ററിന്റെ ഹയറാർക്കി പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ലോക്കൽ സ്ട്രീറ്റ്, ആർട്ടേറിയൽ സ്ട്രീറ്റ്, കളക്ടർ സ്ട്രീറ്റ്, എക്സ്പ്രസ് വേസ് എല്ലാം വന്നിട്ടുണ്ട്. അതില് ക്ലാസ് 1 and 2 എന്ന് പറയുന്ന റൂട്ടുകൾ, ക്ലാസ് 1 എന്ന് പറയുന്ന റൂട്ട് എക്സ്പ്രസ് വേസ് ആണ്, ക്ലാസ് 2 ആർട്ടേറിയൽ ആണ്. ഓക്കെ, എംഫസൈസ്ഡ് മൂവ്മെന്റ് എഫിഷ്യൻസി. അപ്പൊ ആർട്ടേറിയലും എക്സ്പ്രസ് വേയും എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് മൂവ്മെന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഏറ്റവും നല്ല രീതിയിലുള്ള മൂവ്മെന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആക്സസ് അത്രമാത്രം വരണമെന്നില്ല, കാരണം മൂവ്മെന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, നല്ല സ്പീഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ക്ലാസ് 1 and 2 റോഡ്സ് മുൻഗണന കൊടുക്കുന്നത്. എന്നാൽ ക്ലാസ് 3 and ക്ലാസ് 4 റൂട്ട് ആക്സസിബിലിറ്റിക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. ഇപ്പം ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ഷോപ്പിംഗ് മോൾസ് ആവാം, ഓഫീസുകളാവാം, സ്കൂൾസ് ആവാം. അപ്പൊ അതിലേക്കൊക്കെ ഡയറക്റ്റ് ആക്സസ് കൊടുക്കുന്ന റോഡുകളാണ് ക്ലാസ് 3 and ക്ലാസ് 4. അതായത് കളക്ടർ സ്ട്രീറ്റും ലോക്കൽ സ്ട്രീറ്റും. ഓക്കെ, ഇതിൽ ഈ 2 റോഡുകളിൽ മൂവ്മെന്റിന്റെ സ്പീഡ് കുറവായിരിക്കും. മൂവ്മെന്റിനല്ല ഈ 2 ടൈപ്പ് ഓഫ് റോഡുകൾ പ്രാധാന്യം കൊടുക്കുന്നത്, ആക്സസിബിലിറ്റിക്കാണ്. ഓക്കെ, ഒരു സ്ഥലത്തേക്ക് എൻട്രി ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുന്ന റോഡുകളാണ് ക്ലാസ് 3 and ക്ലാസ് 4. ഓക്കെ, ഡയറക്റ്റ് എൻട്രി. With the directional grid concept, the same 4 transport route classes are used. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിലും ഈ 4 ക്ലാസ് റൂട്ടുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതില്
ഇത് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആക്സസിബിലിറ്റിക്കും അതുപോലെ തന്നെ മൂവ്മെന്റിനും ഒരുപോലെ പ്രാധാന്യം വരുന്ന രീതിയിൽ. ഓക്കെ, അത് രണ്ടിനും പ്രശ്നം വരാത്ത രീതിയിൽ. അതായത് ഇപ്പം നമ്മൾ കൂടുതൽ 1 and 2 റൂട്ട് കൊടുക്കുവാണെങ്കിൽ അവിടെ മൂവ്മെന്റ് നല്ല കൂടുതലായിരിക്കാം, എന്നാൽ ആക്സസിബിലിറ്റി കുറവായിരിക്കാം. ക്ലാസ് 3 ക്ലാസ് 4 റൂട്ടുകൾ ഒരു സിറ്റിയുടെ അകത്ത് കൂടുതലായിട്ട് വരുവാണെങ്കിൽ അവിടെ മൂവ്മെന്റിന്റെ സ്പീഡ് കുറവായിരിക്കും, എന്നാൽ ആക്സസിബിലിറ്റി ഉണ്ടാവും. എന്നാൽ മൂവ്മെന്റിനും ആക്സസിബിലിറ്റിക്കും കുഴപ്പം വരാത്ത രീതിയിൽ, മൂവ്മെന്റും അവിടെ ഉണ്ട്, ആക്സസിബിലിറ്റിയും വരുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ 4 റൂട്ടുകളും ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ തന്നെ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ, ഡയറക്ഷൻ ഗ്രിഡ് കൺസെപ്റ്റില് ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന 4 ക്ലാസ്സസും യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാൽ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൂവ്മെന്റിനും എഫിഷ്യൻസിക്കും ഒരുപോലെ പ്രാധാന്യം വരുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. The roots of one classification are at right angles to those of classifications above or below it. അപ്പം ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ അതിന്റെ തൊട്ടടുത്ത ക്ലാസിഫിക്കേഷനുമായിട്ട്, ഇപ്പം ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 4 റൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ആംഗിൾസിലാണ് ആ ഹൈറാർക്കി പ്രകാരം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ക്ലാസ് 4 റൂട്ട് ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ, ഓക്കെ, അതായത് പാരലലി ആണ് വരുന്നതെങ്കിൽ അതിന് റൈറ്റ് ആംഗിൾഡ് ആയിട്ടായിരിക്കും ക്ലാസ് 3 റൂട്ട് വന്നിരിക്കുന്നത്. ഈ ക്ലാസ് 3 റൂട്ടുകൾക്ക് റൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്ന രീതിയിലായിരിക്കും ക്ലാസ് 2 റൂട്ട് വന്നിരിക്കുന്നത്. ഈ ക്ലാസ് 2 റൂട്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ക്ലാസ് 2 റൂട്ടുമായിട്ട് റൈറ്റ് ആംഗിൾ വരുന്ന രീതിയിലായിരിക്കും ക്ലാസ് 1 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതവിടെ പറഞ്ഞിരിക്കുന്ന റൂട്ട്സ് ഓഫ് വൺ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇപ്പൊ ക്ലാസ് 4ഉം ക്ലാസ് 3യും പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലാസ് 3യും ക്ലാസ് 2ഉം തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലാസ് 2 ആൻഡ് ക്ലാസ് 1ഉം അതുപോലെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു അറേഞ്ച്മെന്റിൽ വരുന്നത്. ഓക്കെ, ഫിഗർ എ, നമ്മൾ ഫിഗർ നോക്കാം. ഷോസ് ദാറ്റ് അർബൻ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് സ്കെയിൽസ് ആർ റിലേറ്റഡ് ഡയറക്ട്ലി ടു റൂട്ട്സ് ഓഫ് വേരിയസ് ക്ലാസിഫിക്കേഷൻ. Community centers and the smaller non-household serving employment concentrations are located with direct access to route class 3, classes 3 and class 4. അപ്പോൾ ഇതിൽ ഈ ഒരു പാറ്റേണിൽ കമ്മ്യൂണിറ്റി സെന്റേഴ്സും നോൺ ഹൗസ് ഹോൾഡ് സെർവിങ് എംപ്ലോയ്മെന്റ് ഒക്കെ ക്ലാസ് 3 റൂട്ടൊന്നും ക്ലാസ് 4 റൂട്ടൊന്നും ഡയറക്റ്റ് ആക്സസ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി സെന്റേഴ്സിലേക്കാണെങ്കിൽ നോൺ ഹൗസ് ഹോൾഡ് സെർവിങ് എംപ്ലോയ്മെന്റിലാണെങ്കിലും ക്ലാസ് 3 റൂട്ടൊന്നും ക്ലാസ് 4 റൂട്ടൊന്നും മാത്രമേ ആക്സസ് വരുന്നുള്ളൂ. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് മേജർ മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ് ആൻഡ് റീജിയണൽ സെന്റർ, അതായത് മെയിൻ ആയിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സോ അതായത് ഡിസ്ട്രിക്ട് സെന്റേഴ്സോ റീജിയണൽ സെന്റേഴ്സോ അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള ആളുകൾ കൂടുതൽ വരുന്ന സർവീസ് സെന്റേഴ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസ് 1 റൂട്ടിനും ക്ലാസ് 2 റൂട്ടൊന്നും ആക്സസ് വരുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പം ഇതില് ഹൗസ് ഹോൾഡ് അതുപോലെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് നോൺ ഹൗസ് ഹോൾഡ് സെർവിങ് എംപ്ലോയ്മെന്റ് ഒക്കെ ആ എംപ്ലോയ്മെന്റിലേക്കൊക്കെ ഡയറക്റ്റ് ആക്സസ് വരുന്നത് ക്ലാസ് 3 ആൻഡ് ക്ലാസ് 4, അതായത് ലോക്കൽ സ്ട്രീറ്റിൽ നിന്നും കലക്ടർ സ്ട്രീറ്റിൽ നിന്നുമാണ് ആക്സസ് വരുന്നത്. എന്നാൽ റീജിയണൽ സെന്റർ ആയിക്കോട്ടെ ഡിസ്ട്രിക്ട് സെന്റർ ആയിക്കോട്ടെ മെയിൻ ആയിട്ടുള്ള കൂടുതൽ ആളുകൾ വരുന്ന സെന്റേഴ്സിലേക്ക് ആക്സസ് വരുന്നത് ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 റൂട്ടിൽ നിന്നാണ്. അതായത് എക്സ്പ്രസ് വേസ് നിന്നോ അല്ലെങ്കിൽ ആർട്ടേറിയൽ സ്ട്രീറ്റിൽ നിന്നോ ആണ് ആക്സസ് വന്നിരിക്കുന്നത് ഈ ഒരു അറേഞ്ച്മെന്റിൽ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ റോഡ്സ് എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് കണ്ടോ, ക്ലാസ് 4 റൂട്ടുകളൊക്കെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ക്ലാസ് 3 വന്നിരിക്കുന്നത്. ക്ലാസ് 3 ആണ് ഇത്, അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിരിക്കുന്നു. എന്നാൽ ക്ലാസ് 2 കണ്ടോ, ആ 3ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്ലാസ് 2 റൂട്ടുകളെല്ലാം. ഇനി 2ന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ക്ലാസ് 1 റൂട്ടുകൾ വന്നിട്ടുള്ളത്, ക്ലാസ് 1. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സെന്റർ കാണാം. കമ്മ്യൂണിറ്റി സെന്ററിൽ ഡയറക്റ്റ് ആക്സസ് വരുന്നത് ക്ലാസ് 4 റൂട്ടൊന്നും ക്ലാസ് 3 റൂട്ടൊന്നുമാണ്. 3ന്നും 4ന്നും കമ്മ്യൂണിറ്റി സെന്റേഴ്സിലേക്ക് ആക്സസ് ഉണ്ട്, ആ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ നോൺ ഹൗസ് ഹോൾഡ് സെർവിങ് എംപ്ലോയ്മെന്റ് കാണാം, അതും 3ന്നും 4ന്നും ഡയറക്റ്റ് ആക്സസ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിസ്ട്രിക്ട് സെന്റർ കാണാം, റീജിയണൽ സെന്റർ കാണാം. ഡിസ്ട്രിക്ട് സെന്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്ലാസ് 2 റൂട്ടിന് അലോങ് ആയിട്ടാണ്. ഓക്കെ, ക്ലാസ് 2ന്ന് ഡയറക്റ്റ് ആക്സസ് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ റീജിയണൽ സെന്റർ നോക്കിക്കഴിഞ്ഞാൽ അതും ക്ലാസ് 1ന്റെയും 2ന്റെയും ജംഗ്ഷനിലാണ്. ഓക്കെ, അതായത് ആക്സസ് 1ന്നും 2ന്നും എൻട്രി ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് വന്നിരിക്കുന്നത്.
ഓക്കെ, അപ്പം ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് ഈ ഒരു മെത്തേഡിൽ ആക്സസിബിലിറ്റിക്ക് മൂവ്മെന്റിനും പ്രാധാന്യം ഒരുപോലെ വരുന്ന രീതിയിൽ, അത് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ അറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത്. അപ്പം ഹൗസ് ഹോൾഡ് ആണെങ്കിലും കമ്മ്യൂണിറ്റി സെന്റർ ആണെങ്കിലും നോൺ ഹൗസ് ഹോൾഡ് സെർവിങ് എംപ്ലോയ്മെന്റ് ആണെങ്കിലും അതിലേക്ക് ഡയറക്റ്റ് ആക്സസ് കൊടുക്കുന്ന റോഡുകൾ കലക്ടർ സ്ട്രീറ്റും ലോക്കൽ സ്ട്രീറ്റുകളുമാണ്. റീജിയണൽ സെന്റർ, ഡിസ്ട്രിക്ട് സെന്ററിലേക്കൊക്കെ ഡയറക്റ്റ് ആക്സസ് കൊടുക്കുന്നത് ആർട്ടേറിയൽ സ്ട്രീറ്റ്സും അതുപോലെ എക്സ്പ്രസ് വേസും ആണ്. ഓക്കെ, ഇനി ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും ലോ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് ആണ് ഇവിടെ ഉള്ളത്. ഇത് ഹൗസ് ഹോൾഡ്, ഇത് കമ്മ്യൂണിറ്റി സെന്റർ, ഡിസ്ട്രിക്ട് സെന്റർ, റീജിയണൽ സെന്റർ. അപ്പൊ ഇതിലുള്ള മൂവ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഈ ഹൗസ് ഹോൾഡിൽ നിന്ന് കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് പോകണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ക്ലാസ് 4 റൂട്ടിലേക്കാണ് കയറിയിരിക്കുന്നത്, ലോക്കൽ സ്ട്രീറ്റിലേക്കാണ് കയറിയിരിക്കുന്നത്. ലോക്കൽ സ്ട്രീറ്റിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് വരുന്നു കമ്മ്യൂണിറ്റി സെന്ററിലേക്ക്. ഓക്കെ, അപ്പം ക്ലാസ് 4 റൂട്ടിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് പോകാൻ പറ്റും. ഇനി ഡിസ്ട്രിക്ട് സെന്ററിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഹൗസ് ഹോൾഡിൽ നിന്ന് ക്ലാസ് 4 റൂട്ടിലേക്ക് കയറി, ഓക്കെ, ക്ലാസ് 4 റൂട്ടിലൂടെ യാത്ര ചെയ്ത് ക്ലാസ് 3യിലേക്ക് കയറി 3 എന്നാണ് ആക്സസ് വന്നിരിക്കുന്നത്. ഓക്കെ, മുന്നേ കമ്മ്യൂണിറ്റി സെന്റർ ആണെങ്കിൽ ഹൗസ് ഹോൾഡിൽ നിന്ന് ക്ലാസ് 4 റൂട്ട്, അതായത് ലോക്കൽ സ്ട്രീറ്റിൽ നിന്നാണ് കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് ആക്സസ് വന്നിരിക്കുന്നത്. ഡിസ്ട്രിക്ട് സെന്ററിലേക്കാണെങ്കിൽ ഹൗസ് ഹോൾഡിൽ നിന്ന് ക്ലാസ് 4 റൂട്ടിലൂടെ യാത്ര ചെയ്ത് ക്ലാസ് 3 റൂട്ടിൽ കയറി ക്ലാസ് 3 റൂട്ടിൽ നിന്നാണ് ആക്സസ് വന്നിരിക്കുന്നത്. ക്ലാസ് 3 എന്നാണ് ഇങ്ങോട്ടേക്ക് ആക്സസ് വന്നിരിക്കുന്നത്, ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് ആക്സസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 2 എന്നും ആക്സസ് ഉണ്ട്, എന്നാൽ ഇവിടുന്ന് 3 എന്നും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് ആക്സസ് വന്നിരിക്കുന്നത് ക്ലാസ് 3 റൂട്ടിൽ നിന്നാണ്. ആ രീതിയിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് റീജിയണൽ സെന്ററിലേക്ക് നോക്കുവാണെങ്കിൽ, റീജിയണൽ സെന്ററിലേക്ക് ഹൗസ് ഹോൾഡിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഹൗസ് ഹോൾഡിൽ നിന്ന് ക്ലാസ് 4 റൂട്ടിലേക്ക് കയറി. ഓക്കെ, ക്ലാസ് 4 റൂട്ടിലേക്ക് കയറി ക്ലാസ് 4 റൂട്ടിലൂടെ നേരെ ക്ലാസ് 3 റൂട്ടിലേക്ക് വന്നു. ക്ലാസ് 3 റൂട്ടിലൂടെ യാത്ര ചെയ്ത് ക്ലാസ് 2 റൂട്ടിലേക്ക് കയറി ക്ലാസ് 2 റൂട്ടിൽ നിന്ന് ആണ് ആക്സസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ കമ്മ്യൂണിറ്റി സെന്ററിലേക്കുള്ള ആക്സസ് ക്ലാസ് 4 റൂട്ട്, അതായത് ലോക്കൽ സ്ട്രീറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് 2 എന്നും 3 എന്നും ആക്സസ് ഉണ്ട്, എന്നാൽ ആ ഒരു മൂവ്മെന്റിന്റെ പാറ്റേൺ വരുന്നത് ക്ലാസ് 3 റൂട്ട്, അതായത് കലക്ടർ സ്ട്രീറ്റിൽ നിന്നാണ് ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് ആക്സസ് വന്നിരിക്കുന്നത്. റീജിയണൽ സെന്ററിലേക്ക് ആക്സസ് വന്നിരിക്കുന്നത് ക്ലാസ് 2 റൂട്ടിൽ നിന്നാണ്. അതായത് ആ ഒരു മൂവ്മെന്റിന്റെ പാറ്റേൺ അങ്ങനെയാണ്. ഓക്കെ, ആക്സസ് 1 എന്നും ചെയ്യാം 2 എന്നും ചെയ്യാം, ഇവിടെ 2 എന്നും 3 എന്നും ആക്സസ് ചെയ്യാം, എന്നാൽ ആ ഒരു പാറ്റേൺ വരുന്നത് ക്ലാസ് 4ലേക്ക് ലോക്കൽ സ്ട്രീറ്റിലേക്ക് കയറി ലോക്കൽ സ്ട്രീറ്റിൽ നിന്ന് കലക്ടർ സ്ട്രീറ്റിലേക്ക് വന്നു, കലക്ടർ സ്ട്രീറ്റിൽ നിന്ന് ആർട്ടേറിയയിലേക്ക് കയറി ആർട്ടേറിയയിൽ നിന്ന് റീജിയണൽ സെന്ററിലേക്കുള്ള ആക്സസ് വരുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Okay, figure B shows the trip patterns that might occur from a household to the 3 levels of service center. Okay, അപ്പോൾ ഇവിടെ ഹൗസ് ഹോൾഡിൽ നിന്ന് 3 സർവീസ് സെന്ററിലേക്കുള്ള ആ ഒരു പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. ട്രാവൽ ടു എ കമ്മ്യൂണിറ്റി സെന്റർ ഈസ് പ്രൊവൈഡഡ് ബൈ എ ക്ലാസ് 4 ആക്സസ് റൂട്ട്. അപ്പൊ ഇവിടെ കമ്മ്യൂണിറ്റി സെന്ററിലേക്കുള്ള യാത്ര ക്ലാസ് 4 റൂട്ടിലൂടെയാണ്, അത് ആക്സസ് റൂട്ടാണ്. ഓക്കെ, ഡയറക്റ്റ് ആക്സസും ക്ലാസ് 4 റൂട്ടും തന്നെയാണ്. ഓക്കെ, ഹൗസ് ഹോൾഡിൽ നിന്ന് കമ്മ്യൂണിറ്റി സെന്ററിലേക്കുള്ള ആ ഒരു ട്രാവൽ പാറ്റേൺ വരുന്നത് ക്ലാസ് 4 റൂട്ടിലൂടെയാണ്, അത് ആക്സസ് റൂട്ടുമാണ്. ആക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കുന്നതും ഈ ക്ലാസ് 4 റൂട്ടും തന്നെയാണ്. ഇനി ട്രാവൽ ടു എ ഡിസ്ട്രിക്ട് സെന്ററിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈസ് പ്രൊവൈഡ് ബൈ എ ക്ലാസ് 4 ത്രൂ റൂട്ട്. ക്ലാസ് 4ലൂടെ യാത്ര ചെയ്യുന്നു, ആക്സസ് റൂട്ട് ക്ലാസ് 4 അല്ല. ഓക്കെ, ക്ലാസ് 4ലൂടെ യാത്ര ചെയ്തു ആൻഡ് ദെൻ എ ക്ലാസ് 3 ആക്സസ് റൂട്ട്. അപ്പൊ ക്ലാസ് 4ലൂടെ യാത്ര ചെയ്തിട്ട് ക്ലാസ് 3യിലേക്ക് കയറി. ക്ലാസ് 3 റൂട്ട് എന്ന് പറയുന്ന ആക്സസ് റൂട്ടാണ്, എങ്ങോട്ടേക്കുള്ള ആക്സസ് റൂട്ട്, ഡിസ്ട്രിക്ട് സെന്ററിലേക്കുള്ളത്. ഇനി റീജിയണൽ സെന്ററിലേക്കുള്ള യാത്രയാണെങ്കിൽ ഫൈനലി ട്രാവൽ ടു ദ റീജിയണൽ സെന്റർ ഈസ് അക്കംപ്ലിഷ്ഡ് അലോങ് എ ക്ലാസ് 4 ത്രൂ റൂട്ട്. അപ്പം റീജിയണൽ സെന്ററിലേക്കാണ് യാത്രയെങ്കിൽ ക്ലാസ് 4ലൂടെ യാത്ര ചെയ്തു, അത് ത്രൂ റൂട്ടാണ്, അതിലൂടെ യാത്ര ചെയ്യുന്നു. ഇനി അതിനുശേഷം അത് ക്ലാസ് 3യിലേക്ക് എത്തുന്നു, ക്ലാസ് 3യിലെത്തി, അത് ഒരു ത്രൂ റൂട്ടാണ്, ആക്സസ് ക്ലാസ് 3 ഒന്നും ഇല്ല റീജിയണൽ സെന്ററിലേക്ക്. ക്ലാസ് 3 റൂട്ടിൽ നിന്ന് ക്ലാസ് 2 റൂട്ടിലേക്ക് കയറുന്നു. ക്ലാസ് 2 റൂട്ട് എന്ന് പറയുന്നത് ആക്സസ് റൂട്ടാണ്. ഓക്കെ, ക്ലാസ് 2 റൂട്ടിൽ നിന്ന് ഡയറക്റ്റ് റീജിയണൽ സെന്ററിലേക്ക് ആക്സസ് വരുന്നു. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഡയറക്ഷണൽ
ഗ്രിഡ് പാറ്റേൺ വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ റോഡുകളെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ അറേഞ്ച്മെന്റിലാണ് വരുന്നത്. പിന്നെ ഇതിലുള്ള കാര്യം മൂവ്മെന്റിനും ആക്സസിബിലിറ്റിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് 3 ആൻഡ് ക്ലാസ് 4 റൂട്ടിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി സെന്റർ, ഹൗസ് ഹോൾഡ്, അതുപോലെ തന്നെ നോൺ ഹൗസ് ഹോൾഡ് സർവിങ് എംപ്ലോയ്മെന്റിലേക്കാണ്. അതുപോലെ റീജിയണൽ സെന്റർ, ഡിസ്ട്രിക്ട് സെന്റർ, വലിയ വലിയ ഇൻഡസ്ട്രീസ്, അതിലേക്കൊക്കെ ആക്സസ് വരുന്നത് ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 റൂട്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പം ആ ട്രാവൽ പാറ്റേൺ ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, അറേഞ്ച്മെന്റ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫിഗേഴ്സും വരച്ചിട്ട് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ പോയിന്റ്സ് പ്രകാരം എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ 4 ടൈപ്പ് ഓഫ് അർബൻ പാറ്റേൺ. ഓക്കെ, അർബൻ പാറ്റേൺ വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ സെൻട്രിപിറ്റൽ ടൈപ്പ്, ഓക്കെ, അർബൻ സ്ട്രക്ചറിന്റെ പാറ്റേൺ. ഫസ്റ്റ് സെൻട്രിപിറ്റൽ ടൈപ്പ് അർബൻ സ്ട്രക്ചർ, second one grid type urban structure, third type linear type urban structure, fourth directional grid urban structure. അപ്പൊ ഈ 4 ടൈപ്പും എന്താണെന്നുള്ളതും അതിൽ വരുന്ന മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന ആ പോയിന്റ്സും അതുപോലെ തന്നെ അതിന്റെ ഫിഗറുകളും നല്ല രീതിയിൽ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അർബൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് 4 എഴുതുന്ന രീതിയിൽ 14 മാർക്കിന് ചോദിക്കാം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പാട്ടെന്ന് ഉറപ്പാണ്, അർബൻ സ്ട്രക്ചേഴ്സിന്റെ ഈ ഒരു ടോപ്പിക് എന്ന് ഉറപ്പാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമാവാം 14 മാർക്കിന്, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എളുപ്പമായി. ഇനി ഏതെങ്കിലും 2 എണ്ണത്തിനെ കമ്പയർ ചെയ്തിട്ടാവാം. അപ്പോൾ എന്തായാലും അതിന്റെ ഫിഗേഴ്സും കാര്യങ്ങളും വരയ്ക്കണം. ചിലപ്പോൾ 4 കാര്യങ്ങളും കൂടെ ഒന്നിച്ച് എഴുതാനാവാം, ഇങ്ങനെയും ആവാം. അപ്പൊ ഇത് നിർബന്ധമായിട്ടും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്.